കൊച്ചിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണം. അപകടത്തിൽ മരിച്ച വിനുവിന്റെ സുഹൃത്തുക്കളാണ് ആരോപണം ഉന്നയിച്ചത്. അപകടത്തെപ്പറ്റിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ആത്മാർത്ഥതയില്ലെന്നും സുഹൃത്തുക്കൾ. അതേസമയം 2 ബൈക്കുകളെ കണ്ടെത്താൻ വേണ്ടി ശ്രമം തുടരുന്നു എന്നാണ് എളമക്കര പോലീസിന്റെ വിശദീകരണം. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇത് എന്താണ് പോലീസ് പറയുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിനുവിന്റെ അപകടം നടന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 17-നായിരുന്നു കുന്നംപുറം എടപ്പള്ളി പറവൂർ പാതയിൽ കുന്നംപുറം പാലത്തിന് സമീപത്ത് വെച്ച് ഈ വിനു സഞ്ചരിച്ച വാഹനം മറ്റു 2 ബൈക്കുകളുമായി കൂട്ടിയിടിച്ച് മരണപ്പെടുന്നത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിനു മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസ് ഇതിൽ പറയുന്നത് ഈ 3 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. അപ്പോൾ ഈ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിൽ ബാക്കി 2 വാഹനങ്ങളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ മറ്റു 2 വാഹനങ്ങൾ ഉണ്ടായി അതിൽ സഞ്ചരിച്ചവർ ആ വാഹനം എടുത്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് പോലീസിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങൾ ഇതിൽ ലഭ്യമല്ലാത്തതാണ് ഇതിന് കാരണം. ഈ റോഡിന് തന്നെ സമാന്തരമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഒരു CCTV ദൃശ്യം ലഭ്യമാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടികളുടെ നമ്പറോ മറ്റോ കാണാൻ സാധിക്കില്ല. അതുപോലെ അതിൽ ആ വീഡിയോയിൽ ഒരു വ്യക്തത കുറവുമുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഈ പോലീസിന് ഈ വണ്ടി ട്രേസ് ചെയ്യുന്നില്ല, ഇടിച്ച മറ്റ് 2 വാഹനങ്ങളും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൂട്ടുകാർക്ക് സ്വാഭാവികമായും ഈ FIR-ലടക്കം ഇത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് ഈ മരണം എന്ന് പറയുമ്പോഴും ഇത് ഏത് വാഹനമാണ് ഇടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇടിച്ചത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഈ വിനുവിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും അതൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊരു തരത്തിലോട്ടല്ലെങ്കിൽ പോലും ഇത് എന്താണ് സംഭവം എന്നുള്ളൊരു കാരണം ഇവർക്ക് അറിയാനായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നിരന്തരമായി ഒരാഴ്ച പിന്നിട്ടിട്ടും അതിൽ ഒരു തെളിവ് കണ്ടെത്താനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരാത്തതിനാലോ ആണ് ഇപ്പോൾ ഈ വിനുവിന്റെ കൂട്ടുകാരടക്കമുള്ളവർ ഇതിലൊരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവുമായി ഇപ്പോൾ മുന്നിട്ട് വരുന്നത്. നമുക്കറിയാം ആ പാതയിൽ ഈ റോഡുകളുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറഞ്ഞ മറ്റൊരു കാര്യം, അതുകൊണ്ട് തന്നെ ഈ CCTV അടക്കമുള്ളവ അവിടെ നിന്ന് നീക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത്. അന്ന് തന്നെ പോലീസ് കാര്യമായി അവിടെ ആ പരിസരങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഈ വാഹനത്തിന്റെ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. ഇത് ഇപ്പോൾ അവസാനമായി പോലീസ് പറഞ്ഞു വയ്ക്കുന്ന ഒരു പക്ഷേ വിനുവിന്റെ തന്നെ വാഹനത്തിൽ നിന്ന് വിനു തന്നെ ആയിരിക്കും ഈ ഓടിച്ച വാഹനം ഇടിച്ചതായിരിക്കാം ഒരു പക്ഷേ കാരണമെന്നും പോലീസ് പറയുന്നു. പക്ഷേ അതിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വാഹനം ഏതാണ് ഇടിച്ചത് എന്നുള്ളതിൽ ഒരു തീരുമാനം വേണം. അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ അവർ പരാതി പറയുന്നുണ്ട്, അന്വേഷണം ഊർജിതമല്ല എന്ന കാര്യത്തിൽ. CCTV ദൃശ്യങ്ങൾ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നവീകരണത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നത് ഒരു പരിമിതിയാണ്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.